എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 അലോട്ട്മെൻറ്റിന് ഇതുവരെ സീറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ഇക്കാര്യം ശ്രദ്ധിച്ചാൽ സീറ്റ് ഒരു 90-95% നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇനിയൊരബദ്ധം പറ്റരുത്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ടെങ്കിൽ 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനലിന് സബ്സ്ക്രൈബ് പോലും ചെയ്തില്ല. പ്രിയ വിദ്യാർത്ഥികൾ എങ്ങനെ ആവരുത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. +1 അലോട്ട്മെൻറ്റ് ഇതുവരെ സീറ്റ് കിട്ടാത്ത ഒരുപാട് വിദ്യാർത്ഥികൾ കേരളത്തിലെ 14 ജില്ലകളിലായിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. ഇനിയൊരബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ഈ വർഷത്തെ നിങ്ങളുടെ +1 പഠനം ഗവൺമെൻറ് സ്കൂളിൽ ഈ വർഷം +1 പഠനം എന്ന സ്വപ്നം അസ്തമിച്ചു പോകും. നിങ്ങളുടെ സ്വപ്നം ഇനിയൊരബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റ് ലഭിക്കാൻ ഒരു 90-95% ഉറപ്പുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക എന്നാണ്. hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. ശേഷം സ്കൂൾ വൈസ് വേക്കൻസീസ് എന്നൊരു ലിസ്റ്റ് അതിലുണ്ട്. അതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കോഴ്സുകൾക്ക് എത്ര വേക്കൻസി ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ഈ കാണുന്ന സ്കൂളെല്ലാം വലിച്ചു വാരി കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. വേക്കൻസി ഉള്ള സ്കൂളുകൾ നോക്കിയിട്ട് വേണം കൃത്യമായ രീതിയിൽ ശ്രദ്ധിക്കാൻ. ഇനിയൊരബദ്ധം പറ്റരുതെന്ന് ഇനിയൊരബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. കാരണം ഈ ഒരു അധ്യയന വർഷം പോയി കിട്ടും. കാരണം ഞാൻ നോക്കിയപ്പോൾ ചില സ്കൂളുകളിലൊക്കെ നല്ല വേക്കൻസി ഉണ്ട്, ചില സ്കൂളുകളിലൊക്കെ വേക്കൻസി കുറവാണ്. ചില ജനറൽ കാറ്റഗറിക്ക് ചില സ്കൂളുകളിൽ തന്നെ ചില സീറ്റുകൾ ജനറൽ കാറ്റഗറിക്കുണ്ട്, SC/ST ആയിട്ടുണ്ട്, മുസ്ലിം കാറ്റഗറിക്കുണ്ട്, ഈരവാതീയ അങ്ങനെയുള്ള കാറ്റഗറിക്കൊക്കെ ചില സീറ്റുകളൊക്കെ സംവരണം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണോ ആ കാറ്റഗറിയിലുള്ള സീറ്റുകളിലേക്ക് കൂടുതൽ അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ആ കാറ്റഗറിയിലുള്ള സീറ്റുകളിലേക്കൊക്കെ കൂടുതൽ അപേക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് ആ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു ജനറൽ കാറ്റഗറിക്കുണ്ട് സീറ്റ് സംവരണം ചെയ്ത് വെച്ചിട്ടുണ്ട്. SC/ST, ഈരവാതീയ, മുസ്ലിം എന്നീ ഒരുപാട് കാറ്റഗറിക്ക് EWS ഉള്ളവർക്ക് ആ മുൻഗണന, ജവാൻ്റെ മകനാണെങ്കിൽ അങ്ങനെയുള്ള പലർക്കും ഗണത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ മുൻഗണന ഉള്ള സീറ്റുകളിലേക്ക് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ച് ജനറൽ കാറ്റഗറിയിലുള്ള ഒരാൾ എന്ത് ചെയ്യരുത്, മറ്റ് മുസ്ലിം കാറ്റഗറിയിൽ വേറെ കാറ്റഗറി കൊടുക്കരുത്. നിങ്ങളുടെ അഡ്മിഷൻ വീണ്ടും നഷ്ടമാവുകയുള്ളൂ. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് ആ കാറ്റഗറിയിലുള്ള സീറ്റുകളിലേക്ക് അപേക്ഷിക്കുക. പിന്നെ അതുമാത്രമല്ല ചെയ്യേണ്ടത്, മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൂടുതൽ വേക്കൻസി ഉള്ള സ്കൂളുകളിലേക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇഷ്ടമുള്ള കോഴ്സ് മാത്രം കൊടുക്കുക. സയൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം സയൻസ് കൊടുക്കുക, കൊമേഴ്സ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം കൊമേഴ്സ് കൊടുക്കുക. ഹ്യൂമാനിറ്റീസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഹ്യൂമാനിറ്റീസ് തന്നെ കൊടുക്കുക. ഇനിയിപ്പം നിങ്ങൾക്ക് വേണ്ടത് ഹ്യൂമാനിറ്റീസാണ്, പക്ഷേ എനിക്കൊരു സീറ്റ് കിട്ടണം, എനിക്ക് എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടണം, എന്നിട്ട് ഞാൻ ഹ്യൂമാനിറ്റീസിലേക്ക് ട്രാൻസ്ഫർ ആക്കിക്കോളാം എന്നൊരു വ്യാമോഹം നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തെറ്റി. കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ സീറ്റ് അങ്ങനെ പ്രതീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കിട്ടാനുള്ള വഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച സ്കൂളാണെങ്കിൽ, ഇപ്പം നിങ്ങൾ പഠിച്ച സ്കൂളിൽ തന്നെയാണ് +2 അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ സെയിം പഞ്ചായത്താണെങ്കിൽ, സെയിം താലൂക്കാണെങ്കിൽ, ഇതൊക്കെ നോക്കുവാണെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പം എൻ്റെ പഞ്ചായത്ത് എന്ന് പറയുവാണെങ്കിൽ ഇപ്പം ഞാൻ 2 വർഷം മുമ്പ് +2 അപേക്ഷിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പഞ്ചായത്ത് പറയുകയാണെങ്കിൽ കോടോംബേളൂർ പഞ്ചായത്താണ്. അപ്പോൾ ആ കോടോംബേളൂർ പഞ്ചായത്ത് ഇപ്പം ഞാൻ അപേക്ഷിക്കുകയാണെങ്കിൽ ആ കോടോംബേളൂർ പഞ്ചായത്തിൻ്റെ ഉള്ളിൽ, ആ കോടോംബേളൂർ പഞ്ചായത്തിൻ്റെ അണ്ടറിൽ വരുന്ന സ്കൂളുകളാണെങ്കിൽ എനിക്ക് മുൻതൂക്കമുണ്ട്. പക്ഷേ ആ പഞ്ചായത്തിന് പുറത്തുള്ള മറ്റൊരു വിദ്യാർത്ഥിയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ആ വിദ്യാർത്ഥിയെ കഴിഞ്ഞ് മുൻതൂക്കം എനിക്ക് കിട്ടും. കാരണം എന്താണ്, ഞാൻ ആ പഞ്ചായത്തിലെ ആളാണ്, ആ പഞ്ചായത്തിലുള്ള സ്കൂളാണത്, അല്ലെങ്കിൽ ആ താലൂക്കിലുള്ള സ്കൂളാണ്.
ഇതാണ് കാര്യം. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കൂടുതൽ വേക്കൻസി ഉള്ള സ്കൂളുകളാണ് നിങ്ങൾ. കുറച്ച് ദൂരെയാണെങ്കിലും നിങ്ങൾ വലിയ പ്രശ്നമാക്കണ്ട. നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് വെച്ചാൽ നമുക്ക് സയൻസ് ആഗ്രഹിക്കുന്നവർക്ക് സയൻസും, കൊമേഴ്സ് ആഗ്രഹിക്കുന്നവർക്ക് കൊമേഴ്സും, ഹ്യൂമാനിറ്റീസ് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഹ്യൂമാനിറ്റീസും എന്ത് ചെയ്യുക, എടുക്കുക എന്നാണ് നമ്മുടെ ഇപ്പോൾ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇഷ്ടമുള്ള കോഴ്സ് നമ്മളെന്താണ് +1 ഇത്രയും നമ്മൾ SLC ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് +1 നമ്മൾ പ്രൈവറ്റിൽ പോയി പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്കത് ഗവൺമെൻറ്റിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യുക, പഠിക്കുക എന്നൊരു ലക്ഷ്യമാണ്. അപ്പം നിങ്ങളെന്ത് ചെയ്യുക, കൂടുതൽ നമ്മൾ ചിലയിടത്തൊക്കെ നോക്കുമ്പം ചില സ്കൂളിലൊക്കെ ഞാൻ നോക്കുമ്പോൾ 10ഉം 20ഉം വേക്കൻസിയൊക്കെ സ്കൂളുകളും കോഴ്സുകളും ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ ഏത് ജില്ലയാണോ, ഇപ്പോൾ ഞാൻ കാസർഗോഡുകാരനാണ്, ഞാൻ കാസർഗോഡിൻ്റെ വേക്കൻസി എടുത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം വേക്കൻസി ഉണ്ട്. ഇനി മലബാർ മേഖലയിലേക്ക് പോകുമ്പം മലപ്പുറം, കോഴിക്കോട് പോകുമ്പോൾ കുറച്ച് വേക്കൻസി കുറയും. എന്നാൽ പോലും അപേക്ഷിച്ച് നോക്കുക. കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കൂടുതൽ വേക്കൻസി ഉള്ള സ്കൂളുകളിലേക്കൊക്കെ ആദ്യം കൊടുക്കാൻ ശ്രദ്ധിക്കുക. കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ ഹ്യൂമാനിറ്റീസ്, ഞാനെടുത്ത കോഴ്സ് ഹ്യൂമാനിറ്റീസാണ്. അതുകൊണ്ട് എനിക്ക് ഹ്യൂമാനിറ്റീസിനെ ബേസ് ചെയ്തല്ലേ എല്ലാ കാര്യവും പറയാൻ പറ്റും. സയൻസിനെയും കൊമേഴ്സിനെ കുറിച്ച് വീഡിയോസിലാണെന്നല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ടൊന്നും അത്ര അറിയത്തില്ല. കാരണം ഞാൻ പഠിച്ചത് ഹ്യൂമാനിറ്റീസ്. അപ്പോൾ ഞാൻ ഹ്യൂമാനിറ്റീസാണ് ആഗ്രഹിക്കുന്നത്. എന്നെപ്പോലെ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ സയൻസ് ആഗ്രഹിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥി ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ സീറ്റ് സ്ഥിരമായി ഉറപ്പിക്കാൻ സാധിക്കും. ആ സീറ്റ് നിങ്ങൾക്ക് പെർമനൻ്റ് ആക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾ മിക്ക ആൾക്കാരും എന്താണ് അക്ഷയയിലൊക്കെ പോയിട്ടായിരിക്കും അപേക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അക്ഷയയിലോ വല്ല ഓൺലൈൻ കേന്ദ്രത്തിലൊക്കെ പോയിട്ടായിരിക്കും അപേക്ഷിക്കുന്നത്. അപ്പോൾ അവിടെയുള്ളവർ നിങ്ങൾ പറയും നമുക്ക് എല്ലായിടത്തും കൊടുക്കാം, അവിടെ വലിച്ചു കൊടുക്കാം, സയൻസ് കൊടുക്കാം, കൊമേഴ്സ് കൊടുക്കാം, ഹ്യൂമാനിറ്റീസ് കൊടുക്കാം. കാരണം എന്താണ്, ഇത് വഴിയമ്പലം പോലെ തുറന്നിട്ടേക്കുവാണ്. എത്ര വേക്കൻസി നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാം, എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കാം. എത്ര ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കുക. അതിനിപ്പോൾ അതായത് 10 എണ്ണേ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 20 എണ്ണേ കൊടുക്കാൻ പാടുള്ളൂ എന്നിങ്ങനെയൊന്നും ലിമിറ്റില്ല. ഈ വഴിയമ്പലം പോലെയാണ്, തുറന്നിട്ടേക്കോ. ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുമ്പ് വരെ വഴിയമ്പലമാണ്. ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ലോക്കാകുന്നുള്ളൂ. എത്ര ഓപ്ഷൻ കൊടുക്കാം. ഇപ്പം എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ 2 വർഷം മുമ്പ് 2022 +1 അപ്ലൈ ചെയ്യുന്നത്. അപ്പം എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമൊക്കെ കൊടുത്ത 5 സ്കൂളാണ് ഞാൻ ആദ്യം കൊടുത്തത്. 5 സ്കൂൾ ഞാൻ ആദ്യം കൊടുത്തപ്പം ട്രയൽ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഒരു 2 സ്കൂളും കൂടി എഡിറ്റ് ചെയ്തു. വെറും 2 സ്കൂളും കൂടി എഡിറ്റ് ചെയ്ത് കൂട്ടി. ടോട്ടൽ 7 സ്കൂളാണ് ഞാൻ +1 അലോട്ട്മെൻറ്റിന് വേണ്ടി കൊടുത്തത്. ഞാൻ ആഗ്രഹിച്ച കോഴ്സ് ഹ്യൂമാനിറ്റീസാണ്. അതിൽ 7 സ്കൂളുകളിൽ ഞാൻ കൊടുത്തെങ്കിൽ 6 എന്താണ് ഹ്യൂമാനിറ്റീസാണ് ഞാൻ കൊടുത്തത്. 7ാമത്തെ ഒരു സ്കൂളിൽ മാത്രം ഞാൻ എന്ത് ചെയ്തു, കൊമേഴ്സ് കൊടുത്തു. കാരണം അവിടെ ഹ്യൂമാനിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഫസ്റ്റ് വെച്ച ഓപ്ഷൻ തന്നെ കിട്ടുകയും ചെയ്തു. എനിക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ എവിടെയും കിട്ടിയില്ല, ഫസ്റ്റിലും വന്നപ്പോൾ എവിടെയും കിട്ടില്ല, സെക്കൻഡ് കിട്ടില്ല. പക്ഷേ 3rd അലോട്ട്മെൻറ്റിൽ എന്ത് ചെയ്തു, ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള കോഴ്സ് മാത്രമേ വെക്കാൻ പാടുള്ളൂ. അതാണ് ഏറ്റവും വേണ്ടത്. അല്ലാതെ ഈ നമ്മൾ ഓൺലൈൻ കേന്ദ്രത്തിലോ അക്ഷയയിലോ ഒക്കെ പോയി കഴിയുമ്പോൾ അവർ പറയും നമുക്ക് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഇങ്ങനെ വാരി വലിച്ചു കൊടുക്കാമെന്ന്. കാരണം മിക്കവാറും കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ചില സ്കൂളുകളിലൊക്കെ മാത്രമാണ് എല്ലാ കോഴ്സുകളും ഇല്ലാതെ പോകുന്നത്. എല്ലാ സ്കൂളുകളിലും എൻ്റെ അറിവിൽ എനിക്ക് പരിചയമുള്ള എല്ലാ സ്കൂളുകളിലും എന്തുണ്ട്, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഈ 3 കോഴ്സുകളില്ലാത്ത സ്കൂളില്ല. ശരിയല്ലേ? ഈ സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഇല്ലാത്ത സ്കൂളുകൾ കുറവായിരിക്കും. ഈ 3 കോഴ്സുകളും സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഇല്ലാത്ത സ്കൂളുകൾ കുറവായിരിക്കും. വെറും 1-2 കാണുള്ളൂ. കാരണം ഏകദേശമുള്ള എല്ലാ സ്കൂളുകളിലും എന്ത് ചെയ്യും, സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസ് ഇല്ലാതിരിക്കുകയല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടത് മാത്രം കൊടുക്കുക. ഇപ്പം ഞാൻ 7 ഓപ്ഷൻ കൊടുത്തെങ്കിൽ ഇപ്പം ഞാൻ കൊടുത്ത 7 ഓപ്ഷൻസും സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണത്തിൽ മാത്രമേ സയൻസും കൊമേഴ്സും ഉള്ളൂ. ബാക്കിയുള്ള 6 സ്കൂളുകളിൽ ഈ 3 കോഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഹ്യൂമാനിറ്റീസ് മാത്രമേ കൊടുത്തുള്ളൂ. എനിക്ക് ഹ്യൂമാനിറ്റീസാണ് വേണ്ടിയിരുന്നതും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ മാർക്കില്ലാത്തതുകൊണ്ട് എനിക്ക് കഷ്ടിച്ച് പറയണം ഒരു A+ ആയിരുന്നു ഉണ്ടായിരുന്നു. എനിക്ക് പറയുന്നതിന് ഒരു നാണക്കേടോ മടിയൊന്നുമില്ല. അപ്പം നിങ്ങൾ ചോദിക്കും എൻ്റെ നല്ല മാർക്കില്ലാത്തതുകൊണ്ട് സയൻസ് കിട്ടിയാലെന്ന് പ്രതീക്ഷിച്ച് കൊടുക്കാതിരുന്നില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ എന്താണ്, ഞാൻ സയൻസ് കിട്ടിയാലെന്ന് പ്രതീക്ഷിച്ചു സയൻസ് പറഞ്ഞുകൊണ്ട് കൊടുക്കാതിരുന്നൊന്നും കാരണമൊന്നുമല്ല. കാരണം എന്താണ്, ഞാൻ ആഗ്രഹിച്ചെടുത്ത കോഴ്സാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. ഞാൻ പഠിക്കണം എന്ന് ആഗ്രഹിച്ചെടുത്ത കോഴ്സാണ്. അങ്ങനെയാണെങ്കിൽ
ഇപ്പം എന്താണ് ഒരേ A+ ഉള്ള ഞാൻ ഹ്യൂമാനിറ്റീസ് ഇഷ്ടത്തോടെ എടുത്തു. പക്ഷേ ഒരേ A+ പോലും ഇല്ലാത്ത, എനിക്ക് പരിചയമുള്ളവരുണ്ട്, ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ഉണ്ട് ഒരേ A+ പോലും ഇല്ലാത്തവർ സയൻസിൽ കിടക്കുന്നു. ഒരേ A+ പോലും ഇല്ലാത്തൊരു സയൻസിൽ എനിക്ക് പരിചയമുള്ളവരൊക്കെ ഉണ്ട്. പേരൊന്നും ഞാൻ എടുത്ത് പറഞ്ഞില്ല, ആരുടെയും പേരൊന്നും ഞാൻ എടുത്ത് പറഞ്ഞില്ല. എനിക്ക് ഒരു പരിചയമില്ലാത്തവരൊക്കെ സയൻസിലുണ്ട്, ഒരേ A+ പോലും ഇല്ലാത്തവർ. അതാണ് അവസ്ഥ. നമ്മൾ ആ ഇഷ്ടമുള്ള കോഴ്സുകൾ മാത്രമേ നമ്മൾ വെക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാരും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, +1 ക്ലാസ്സിനൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചു, നിങ്ങൾ ഈ കിട്ടിയ സ്കൂള് അല്ലെങ്കിൽ ഈ കിട്ടിയ കോഴ്സിൽ നിങ്ങൾ സന്തുഷ്ടനാണോ? സയൻസ് കിട്ടിയവർക്ക് കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ വേണം, കൊമേഴ്സിൽ നിന്ന് സയൻസിലേക്ക് പോകണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഹ്യൂമാനിറ്റീസിൽ നിന്ന് സയൻസിലേക്ക് പോകണം, കൊമേഴ്സിൽ നിന്ന് സയൻസിലേക്ക് പോകണം. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറണമായിരിക്കും. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ ക്ലാസ്സിൽ പോകുന്ന നിങ്ങളുടെ കൂട്ടുകാരോട് ചോദിച്ചോ, നിങ്ങളുടെ കൂട്ടുകാരോട് ആയിക്കോട്ടെ, ആ പഠിക്കുന്ന പകുതി വിദ്യാർത്ഥികളും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വിളിക്കുമ്പോൾ കൊടുക്കും. കാരണം കോഴ്സ് മാറാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട്. കോഴ്സ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ കമൻറ്റിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ച്. ഞാൻ വീഡിയോ ചെയ്യുന്ന കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എപ്പോഴാണ്. അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതുവരെ അലോട്ട്മെൻറ്റ് സീറ്റ് കിട്ടാത്തവർക്ക് സീറ്റ് ഉറപ്പാണ്. ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ വേക്കൻസി ഉള്ള സ്കൂളുകളിൽ മാത്രം കൊടുക്കുക, ഇഷ്ടമുള്ള കോഴ്സുകൾ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇഷ്ടമുള്ള കോഴ്സ് മാത്രം കൊടുക്കുക. സയൻസ് മതിയെങ്കിൽ സയൻസ് മാത്രം കൊടുക്കുക, കൊമേഴ്സ് മതിയെങ്കിൽ കൊമേഴ്സ്. ഹ്യൂമാനിറ്റീസ് നിങ്ങൾക്ക് പഠിക്കാൻ, ഹ്യൂമാനിറ്റീസ് എനിക്ക് മതി, എനിക്ക് ഹ്യൂമാനിറ്റീസ് പൂർണ്ണ മനസ്സോടുകൂടി ഞാൻ എടുക്കുകയാണ്, എനിക്ക് ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ മതി, എൻ്റെ ഇഷ്ട സബ്ജക്റ്റ് അതാണ്. ആരുടെയും നിർബന്ധത്തിനല്ല നിങ്ങൾ വരേണ്ടത്. നിങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരൊക്കെ പറയും. കാരണം എന്താണ്, ഹ്യൂമാനിറ്റീസിനെ എപ്പോഴും ഒരു 3rd സബ്ജക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഫസ്റ്റ് എപ്പോഴും സയൻസ് ഫുൾ A+ ഉള്ള സയൻസ്, 5 6 A+ ഉണ്ടെങ്കിൽ കൊമേഴ്സ് ഒരേ A+ പോലും അല്ലെങ്കിൽ ഒരേ A+ പോലും ഇല്ലാത്തവനാണ് എന്ത് ചെയ്യുന്നത്, ഹ്യൂമാനിറ്റീസ്. നമ്മുടെ സൊസൈറ്റി ഇങ്ങനെ ആയിക്കഴിഞ്ഞത്, നമ്മുടെ കേരളത്തിൻ്റെ കുറച്ച് കാലമായിട്ടുള്ള സൊസൈറ്റി ഇങ്ങനെയാണത്. ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല, അതിനെക്കുറിച്ച് ഹ്യൂമാനിറ്റീസിന് സാധ്യതയില്ല, അല്ലെങ്കിൽ സയൻസ് എടുത്തിട്ടേ കാര്യമുള്ളൂ. ഇതൊരു കിംവദന്തി പോലെ ഇങ്ങനെ പറഞ്ഞത് കാലാകാലങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് +2 കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു കാര്യം, സയൻസ് പഠിച്ചാൽ മാത്രമൊന്നുമല്ല ജോലി വേക്കൻസി. നിങ്ങൾ ഏത് സ്ട്രീം എടുത്താലും, സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, VHSC ആയിക്കോട്ടെ, ഏത് സ്ട്രീം ആയിക്കോട്ടെ, നിങ്ങൾ ഏതെടുത്താലും എല്ലാത്തിനും എന്തുണ്ട്, അതിൻ്റേതായ ജോലി സാധ്യതകളുണ്ട്. അപ്പം എന്ത് ചെയ്തോളുക, നിങ്ങൾ ഇഷ്ടമുള്ള കോഴ്സ് മാത്രം കൊടുക്കുക, ഇഷ്ടമുള്ള സ്കൂള് മാത്രം കൊടുക്കുക, ഇഷ്ടമുള്ള സ്കൂളും ഇഷ്ടമുള്ള കോഴ്സും കൊടുക്കുക. നിങ്ങൾക്ക് തീർച്ചയായും അലോട്ട്മെൻറ്റ് കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക, സെയിം പഞ്ചായത്ത്, സെയിം താലൂക്ക് ഒക്കെ നോക്കി കൊടുക്കുക, നിങ്ങൾക്ക് സീറ്റ് കിട്ടണം. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, 13 മിനിറ്റല്ലേ ഉള്ളൂ, നിങ്ങൾ ഒന്നുകൂടി ഇരുന്ന് കണ്ടോളുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോക്ക് തരാം, കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ, ദ കരിയർ ഗൈഡൻ. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.